الرحمن الرحيم قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ 142 മുതലുള്ള ആയത്തുകളിൽ പരാമർശ വിഷയം. നബി തങ്ങളുടെ ഖിബില കഅബയിലേക്ക് മാറുകയും അതേ തുടർന്ന് യഹൂദികളും നസ്വാറാക്കളും മുശ്രിക്കീങ്ങളും മുനാഫിഖീങ്ങളും എല്ലാം വ്യത്യസ്തമായ വിവാദങ്ങൾ അത് കാരണമായി ഉണ്ടാക്കുകയും ചെയ്തതിനെ നമ്മൾ മനസ്സിലാക്കി. ഖിബില മാറ്റത്തിൻ്റെ ഉദ്ദേശമെന്ത് എന്ന് അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞു. ആരാണ് പ്രവാചകരെ പിൻപറ്റുന്നത്, ആരാണ് പിന്മാറിപ്പോകുന്നത് എന്നൊക്കെ പ്രവൃത്തിപഥത്തിൽ അറിയാൻ തന്നെയാണ് ഇങ്ങനൊരു രീതി അല്ലാഹു തആല സ്വീകരിച്ചത് എന്നും പറഞ്ഞു. ശേഷം ഇനി കഅബയിലേക്ക് തിരിയാനുള്ള കൽപ്പനയാണ് ഈ ഒരു ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർവാഹാ. പ്രവാചകരെ, താങ്കളുടെ മുഖം ആകാശത്തിങ്ങനെ മാറിമറിയുന്നത് നാം കാണുന്നുണ്ട്. തീർച്ചയായും താങ്കൾക്ക് പ്രിയപ്പെട്ട ഖിബ്ലയിലേക്ക് നാം താങ്കളെ തിരിക്കുക തന്നെ ചെയ്യാം. ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം. അതിനാൽ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിക്കുക. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ഷത്റ. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി ആ ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക. വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. ഇത് റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്ന് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് തീർച്ചയായും അറിയാം. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. അവർ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലാഹു തആല അശ്രദ്ധനൊന്നുമല്ല. ഇതാണ് ആയത്തിൻ്റെ മൊത്തം ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് കണ്ണും നട്ട് പലപ്പോഴും കാത്തിരിക്കുമായിരുന്നു ഖിബില മാറ്റിക്കൊണ്ടുള്ള വഹ്യ് വരുമെന്ന പ്രതീക്ഷയിൽ. അതാണ് ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നിങ്ങളുടെ മുഖം ആകാശത്തിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ എപ്പോഴും ഇങ്ങനെ മേൽപോട്ട് നോക്കി വഹ്യ് വരുമോ, ഖിബില മാറ്റാൻ അനുവാദം കിട്ടുമോ എന്ന് നബി പലപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യാറുണ്ട്. അത് അല്ലാഹു തആല അംഗീകരിച്ചു കൊടുക്കുന്നു. അത് നാം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഖിബിലയിലേക്ക് തിരിച്ചു തരാം. അപ്പം നബിയുടെ ആഗ്രഹത്തെ അല്ലാഹു തആല അംഗീകരിച്ചു, അത് നടപ്പാക്കി കൊടുത്തു എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു ഫലനുവല്ലിയന്നക. തീർച്ചയായും നാം നിങ്ങളെ തിരിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ് 3 രൂപത്തിൽ തൗക്കീദ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒരു ഖസം സത്യം ചെയ്യൽ സാങ്കല്പികമായി ഇതിലുണ്ട്, വാചകത്തിൽ ഇല്ലെങ്കിലും അർത്ഥതലത്തിൽ ഒരു സത്യം ചെയ്യൽ അതിലുണ്ട്. അതാണ് ഖസ്മുൽ മുഖദ്ദർ, സാങ്കല്പിക്കപ്പെടുന്ന ഒരു ഖസം, ഒരു സത്യം അവിടെയുണ്ട്.
വല്ലാം ഫലനുവല്ലിയന്നക, ആ ലാം തക്കിരിൻ്റെ ലാമാണ്. നുവല്ലിയന്ന എന്നൊരു ഇന്നയുമുണ്ട് അവിടെ. ഈ മൂന്നും മുഅക്കിദാത്താണ്, ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് 3 രൂപത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞത് ഫലനുവല്ലിയന്നക, തീർച്ചയായും നാം താങ്കളെ തിരിക്കുക തന്നെ ചെയ്യാം, സത്യമാണ് എന്നാണ് ഇതിൻ്റെ ആശയം. ഇനി നാം തിരിക്കാം, ഫലനുവല്ലിയന്ന, നാം തിരിക്കാമെന്ന് അല്ലാഹു തആല തഅലീമിൻ്റെ സീഗ പറഞ്ഞു. ഞാൻ തിരിക്കാമെന്ന് പറയാതെ നാം തിരിക്കാം എന്ന് പറഞ്ഞത് അത് സീഗത്തു തഅലീം, ബഹുമാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാചഘടനയാണ്. ലിഅന്നഹു സുബ്ഹാനഹു വതആല അലീമുൻ ഫന്നൂനു ഹുനാ ലിൽ അളമത്തി. അല്ലാഹു തആല അലീമാണ്, മഹത്വമേറിയവനാണ്. ആ മഹത്വത്തെ കുറിക്കാനാണ് ഇവിടെ നൂന് ഫലനുവല്ലി, നുവല്ലി എന്ന നൂന് ഉപയോഗിച്ചത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ അറിയിക്കുവാനാണ് എന്നാണ്. ഫലനുവല്ലിയന്നക എന്ന് പറഞ്ഞാൽ ഫലനജ്അലന്നക തതവല്ലാ ഖിബ്ലതൻ, ഖിബ്ലയിലേക്ക് നാം താങ്കൾ തിരിക്കുന്നത് ആക്കിത്തരാം എന്നർത്ഥം. ഐ ഫലനുഹവ്വിലന്നക, നാം ഇതിനെ മാറ്റിത്തരാം, ഖിബ്ലതൻ തർവാഹ, താങ്കൾക്ക് പ്രിയപ്പെട്ട ഖിബ്ലയിലേക്ക് നാം മാറ്റിത്തരാം. ഖിബ്ല മഅനൽ ഖിബ്ല, ഖിബ്ല എന്ന് പറഞ്ഞാൽ അശ്ശൈഉ അല്ലദീ യുസ്തഖ്ബലു വയുവല്ലിഹിൽ ഇൻസാനു വജ്ഹ, ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന, മുഖം കൊണ്ട് അതിലേക്ക് തിരിയുന്നത് ഏതാണോ അതിനാണ് ഖിബ്ല എന്ന് പറയുക. തർവാഹ എന്ന് പറഞ്ഞാൽ തത്മഇന്നു ഇലൈഹ വതുഹിബ്ബുഹ വതഖ്ബലുഹ, നബിയെ താങ്കൾക്ക് തൃപ്തിപ്പെട്ട, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട, താങ്കൾക്ക് മനസ്സിലിണങ്ങിയ ഖിബ്ലയിലേക്ക് നാം താങ്കളെ തിരിച്ചു തരാം. അപ്പം നബിതങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച ഏതാണെങ്കിലും നബിതങ്ങൾ സ്വീകരിക്കും. ലഅന്നഹു ഖബില ഹാദാ വഹാദാ, ആദ്യം അല്ലാഹു തആല മസ്ജിദുൽ അഖ്സയിലേക്ക് ഖിബ്ലയാക്കാൻ പറഞ്ഞു, നബി സ്വീകരിച്ചു. പിന്നീട് കഅബയിലേക്ക് തിരിയാൻ പറഞ്ഞു, നബിതങ്ങൾ അതും സ്വീകരിച്ചു. എല്ലാം സ്വീകരിച്ചു. പക്ഷേ ലാകിന്നഹു യുഹിബ്ബു അൻ യുസ്റഫ ഇല കഅബ, കഅബയിലേക്ക് തിരിയാൻ നബിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. അതിനർത്ഥം മസ്ജിദുൽ അഖ്സ നബി ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതല്ല എന്നല്ല, അള്ളാഹു നിശ്ചയിച്ചതിനെ നബി തങ്ങൾ സ്വീകരിച്ചു. പക്ഷേ നബിക്ക് ഇഷ്ടം കഅബയായിരുന്നു. അതുകൊണ്ടാണ് ഖിബ്ലതൻ തർവാഹ, നബിയെ താങ്കൾക്ക് തൃപ്തിപ്പെട്ട ഖിബ്ല, അതിലേക്ക് നാം തിരിച്ചു തരാം എന്ന് അല്ലാഹു തആല പറഞ്ഞത് ആ ഒരു ആശയത്തിലാണ് എന്നർത്ഥം. ഇനി ശത്റുൽ മസ്ജിദിൽ ഹറാം എന്നാണ് പറഞ്ഞത്. ശത്റുൽ മസ്ജിദിൽ ഹറാം, ശത്ർ എന്ന് പറഞ്ഞാൽ മുറാദ് ബി ശത്രി ഹുനാ അൽ ജിഹ, ശത്ർ എന്ന് പറഞ്ഞാൽ ജിഹത്ത്, ഭാഗം എന്നാണ് അർത്ഥം. യഅനി ജിഹത്തൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ ജിഹത്തിലേക്ക്, ഭാഗത്തേക്ക് നബിയെ താങ്കൾ തിരിയുക. അപ്പോൾ താങ്കൾ തിരിയുക എന്ന് പറഞ്ഞതുകൊണ്ട് അൽ മുറാദു ബിഹി അയ്ദൻ ജമീഉൽ ബദൻ, ശരീരം ഒന്നാകെ തിരിയണം എന്നുകൂടി അതിൽ നിന്ന് കിട്ടും. കാരണം ഒരാൾ ഒന്നിലേക്ക് മുഖം തിരിഞ്ഞു, അതിലേക്ക് തിരിഞ്ഞു എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് പരിപൂർണമായ തിരിച്ചിലാണല്ലോ. അതുകൊണ്ട് മുഖം മാത്രം തിരിഞ്ഞാൽ പോരാ. അപ്പോൾ വേറെ ഭാഗത്ത് തിരിഞ്ഞു നിന്നിട്ട് മുഖം മാത്രം കഅബയിലേക്കാക്കി, അതുകൊണ്ടായില്ല. ശരീരം പൂർണ്ണമായും കഅബയുടെ ഭാഗത്തേക്ക് തിരിയണം എന്നതാണ് ഇതിൻ്റെ അസ്ലിയായ ഉദ്ദേശം. ശത്റുൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക്. ഹറാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹുർമ് എന്ന വാക്ക്, ഹുർമത്ത് ആദരവ്, ബഹുമാനം എന്നതുമായി ബന്ധപ്പെട്ട ഹറാം എന്ന പദം. ഓഹുൽ മൻഉ, നേരർത്ഥം മൻഉ എന്നാണ്, തടയുക, വിലങ്ങുക എന്നൊക്കെ അർത്ഥം. വസുമ്മിയ ഹറാമൻ, ഇവിടെ മസ്ജിദുൽ ഹറാം, ഹറാം എന്നവിടെ പേര് പറയാൻ കാരണം ലിഅന്നഹു യുംനഉ ഫീഹി മിൻ അശ്യാ ലാ തുംനഉ ഫീ ഗൈരിഹി, മറ്റു പലയിടത്തും ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റുകയില്ല, അതെല്ലാം തടയപ്പെട്ട കാര്യമാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്ത് ഹറാമായ ചില സംഗതികൾ അല്ലാത്തടത്ത് ഹലാലായി മാറും. അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാം. മാത്രമല്ല അന്നഹു മുഹ്തറമുൻ മുഅല്ലമുൻ, അല്ലാവട്ടെ ബഹുമാനിക്കപ്പെടുന്നതാണ്, ഹുർമത്തുള്ളതുമാണ്. ആ നിലക്കും അതിന് ഹറാം എന്ന് പറയാം. അപ്പോൾ ഹുർമത്തുള്ള പള്ളി എന്ന നിലക്ക് മസ്ജിദുൽ ഹറാം. മറ്റു പലയിടത്തും ഹലാലായ പലതും ഇവിടെ ഹറാമാണ്, ആ നിലക്കും മസ്ജിദുൽ ഹറാം എന്ന് പേര് വരാം. ഇനി അൽ മുറാദ് ബിൽ മസ്ജിദുൽ ഹറാം ഹുനാ അൽ കഅബത്തു വമാ ഹൗലഹാ മിൻ ബിനാഇൽ മഅറൂഫ്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കഅബയും അതിന് ചുറ്റുമായി പള്ളിയായി നിർമ്മിക്കപ്പെട്ടതും അതാണ് ഉദ്ദേശം.
അതുകൊണ്ട് ആ നിലയ്ക്ക് നിങ്ങൾ മുഖത്തെ തിരിക്കുക. ശേഷം അല്ലാഹു തആല പറഞ്ഞു ആ പദപ്രയോഗം നോക്കുകയാണ്. ഇവിടെ ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം എന്ന് നീ നിന്റെ മുഖം തിരിക്കുക. പിന്നെ പറഞ്ഞു വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹക്കും ശത്റ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെല്ലാം മുഖം അങ്ങോട്ട് തിരിക്കുക. ആദ്യം നബിയോട് പറഞ്ഞു, പിന്നെ മൊത്തത്തിൽ പറഞ്ഞു. ആദ്യം ഫവല്ലി വജ്ഹക, നിന്റെ മുഖം നീ തിരിക്കുക. പിന്നെ നമ്മോട് പറഞ്ഞു ഫവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിക്കുക. ഇവിടെ അദല അൻ ഖൗലിഹി അൻ ഖിതാബിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതിൽ ഖിതാബിൽ ഉമ്മത്തിഹി, ആദ്യം നബിയെ അഭിസംബോധന ചെയ്തു, ശേഷം ഉമ്മത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ലിഅന്ന ഖിതാബൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിതാബുൻ ലഹു വലിൽ ഉമ്മ. നബിയോട് പറഞ്ഞാൽ തന്നെ അത് നബിക്കും ഉമ്മത്തിനും ബാധകമാണ്. കാരണം നബിയാണല്ലോ ഉമ്മത്തിൻ്റെ ഇമാം. ആ നിലക്ക് നബിയോട് പറഞ്ഞാൽ തന്നെ നബിക്കും ഉമ്മത്തിനും ബാധകമാണ്. എന്നാലും ഇവിടെ ഉമ്മത്തിനോട് പ്രത്യേകം ഒന്ന് പറയുകയും ചെയ്തു. സമാനമായി ഖുർആൻ ഉപയോഗിച്ച പല പ്രയോഗങ്ങൾ കാണാം. യാ അയ്യുഹൻ നബിയു എന്ന പ്രയോഗങ്ങൾ, അങ്ങനെ വരുന്ന പ്രയോഗങ്ങളൊക്കെ ഉമ്മത്തിന് നബിക്കും ബാധകമാണ്. എന്നാൽ നബിക്ക് മാത്രമാണ് എന്ന് പ്രത്യേകം തെളിവില്ലാത്തത്തോളം കാലം അത് ഉമ്മത്തിന് ബാധകമാണ്. എന്നാൽ നബിക്ക് മാത്രമാണ് എന്ന് വന്നാലോ അത് നബിക്ക് മാത്രം ബാധകമാണ് താനും. അപ്പം നിങ്ങൾ എവിടെയാണെങ്കിലും വഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി ഫവല്ലു വുജൂഹക്കും ശത്റ, എവിടെയാണെങ്കിലും നിങ്ങളെ മുഖം നിങ്ങൾ അതിനെ നേരേക്ക് തിരിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അഥവാ ഇത് മക്കയിലാവട്ടെ കാന ഫി മക്ക വമൻ കാന ബഈദൻ അൻഹാ, മക്കയിലാവട്ടെ ഇനി അതിന് വിദൂരമായ ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമാവട്ടെ അവിടൊക്കെയാണെങ്കിലും ശത്റഹു ഐ നഹ്വഹു, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഇനി കഅബയുടെ ഉള്ളിലാണെങ്കിലോ അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ തിരിയാം എന്ന മസ്അല കൂടി ഷെയ്ഖ് റഹിമഹുല്ലാ അവിടെ സ്വാഭാവികമായി സാന്ദർഭികമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി കഅബയുടെ നേരെ പുറത്താണെങ്കിലോ കഅബയുടെ ഭാഗത്തേക്ക് എങ്ങോട്ടും തിരിയുകയും ചെയ്യാം, അതിനും പ്രശ്നമില്ല. ആ മസ്അല കൂടി ഷെയ്ഖ് അവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു. ഏതാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ശരി കഅബയുടെ ഭാഗത്തേക്ക് തിരിയാനാണ് അല്ലാഹു തആല ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ അത് പ്രാവർത്തികമാക്കുക എന്നതാണ്. ഇനി ഇവിടെ ഷെയ്ഖ് മറ്റൊരു ചർച്ച കൊണ്ടുവരുന്നു. യസ്മിലു മൻ കാന ഫി ത്വാഇറ ഔ ഫിൽ ബാഖിറ ഔ ഫിൽ ഖിത്വാർ ഔ ഫി സയ്യാറ, വിമാനത്തിലുള്ള ആളുകൾ, തീവണ്ടിയിലുള്ള ആളുകൾ, കാറിൽ പോകുന്ന ആളുകൾ, റോക്കറ്റിൽ പോകുന്ന ആളുകൾ, ഫലാ ബുദ്ദ അൻ യസ്തഖ്ബില ഖിബ്ല, ഇവർക്കൊക്കെ ഖിബ്ലയ്ക്ക് തിരിയൽ വാജിബാണ്. കാരണം എന്താ, വഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി എന്നാ പറഞ്ഞത്. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി ആ ഭാഗത്തേക്ക് തിരിയുക. അപ്പോൾ ഒരാൾ എവിടെയാണെങ്കിലും ഏതു മാധ്യമത്തിലാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ഈ കഅബ ഖിബ്ലയാക്കൽ ബാധ്യതയാണ്. എന്നാൽ ഞാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇളവുണ്ടോ ഇല്ലേ, അത് ഫിഖഹിയായ ചർച്ചകളാണ്, അതിൻ്റെ സ്ഥാനത്ത് വരുമെന്നാണ് ഷെയ്ഖ് റഹിമഹുല്ലാ പ്രത്യേകമായി പറയുന്നത്. എന്താണെങ്കിലും ഈ ഒരു ഖിബ്ല അള്ളാഹു നിശ്ചയിച്ച ഒരു ഭാഗമാണ്, അത് പാലിച്ചേ പറ്റൂ എന്നാണ് പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. എന്നാൽ അതിന് കൂടെ ഓർമ്മപ്പെടുത്തിയ കാര്യം കാണാം. എന്താ, വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്കറിയാം തീർച്ചയായും ഇത് റബ്ബിൽ നിന്നുള്ള ഹക്കാകുന്നു എന്ന് അവർക്കറിയാം. അവരാണല്ലോ വലിയ വിവാദം ഉണ്ടാക്കുന്നത്. ഖിബ്ല മാറിയപ്പോൾ വലിയ വിവാദമുണ്ടാക്കിയത് വേദക്കാരാണ്. എന്നാൽ റബ്ബ് പറയുന്നു അവർക്കറിയാം. അവസാനം വരുന്ന പ്രവാചകരുടെ ഖിബ്ല കഅബയായിരിക്കും എന്ന് വേദക്കാർക്കറിയാം. ഇവിടെ യഹൂദികളും നസ്വാറാക്കളും എല്ലാം ഉദ്ദേശിക്കപ്പെടുന്നു. ലയഅലമൂന, തീർച്ചയായും അവർക്കറിയാം. കണ്ടോ, ഇന്നല്ലദീന, തീർച്ചയായും ആ വേദക്കാർ, ലയഅലമൂന, അവർക്ക് അറിയുക തന്നെ ചെയ്യാം, അന്നഹുൽ ഹഖ്ഖു, തീർച്ചയായും ഇത് തന്നെയാണ് ഹഖ്. കണ്ടോ, എത്ര പ്രാവശ്യം ഉറപ്പിച്ചിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ അവർക്ക് തീർത്തും അറിയാം ഇതാണ് സത്യം, ഇതാണ് ശരി എന്നവർക്ക് അറിയുക തന്നെ ചെയ്യാം. ലാകിന്നഹും വൽഇയാദു ബില്ലാഹ് യുശവ്വിഹൂഹു, അവർ ഇത് വെറുതെ വിവാദമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്കറിയാം അന്ന റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം സയസ്തഖ്ബിലുൽ കഅബ,
പ്രവാചകൻ കഅബയിലേക്ക് തിരിയുമെന്ന് അവർക്കറിയാം. എങ്ങനെ അറിയാം? ഇമ്മാ ജാഫി കുതുബിഹിം, അവരെ കിതാബിൽ വന്നിട്ടുണ്ട് ഈ പ്രവാചകൻ കഅബയെ ഖിബലയാക്കുമെന്ന് അവിടെ വേദഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഖിബല കഅബയാണ് എന്ന് അവർക്കറിയാം. എന്നിട്ടും അവർ ആ ഖിബലയെ സ്വീകരിച്ചപ്പോൾ വിവാദമാക്കാനാണ് അവർ ശ്രമിച്ചത്. മാത്രവുമല്ല ശേഷം അല്ലാഹു പറഞ്ഞു വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവർ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലാഹു തആല അശ്രദ്ധനല്ല. അവർ ചെയ്ത ഈ പണി പടച്ചതമ്പതനായി കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു അതിന് കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. യഅനി അൻ അയ്യി അമലിൻ യഅമലൂന സവാഅൻ കാന അമലൻ ഖൽബിയ്യ അം ജാരിഹിയ്യ, ഏത് അമലാവട്ടെ, മനസ്സുകൊണ്ടാവട്ടെ, അവയവങ്ങൾ കൊണ്ടാവട്ടെ, പ്രത്യക്ഷമായതാവട്ടെ, പരോക്ഷമായതാവട്ടെ, എല്ലാം അല്ലാഹു തആല കൃത്യമായി അറിയുന്നുണ്ട്. ഈ പറഞ്ഞത് ഇതൊരു തഹ്ദീദാണ്, ഈ ആളുകൾക്കുള്ള ഒരു ഭീഷണിയാണ്, ഒരു വാണിംഗാണ് അല്ലാഹു തആലയിലൂടെ നൽകുന്നത്. അവരൊന്നും ഇങ്ങനെ തൽക്കാലം വിവാദം ഉണ്ടാക്കി രക്ഷപ്പെട്ടു പോകുമ്പോൾ അവർക്കെന്തോ വലിയ നേട്ടം നേടിയെന്ന് വിചാരിക്കേണ്ട. അല്ലാഹു തആല ഇതൊക്കെ കാണുന്നുണ്ട്, റബ്ബ് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു പൂർണ്ണമായും അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. ഒരു വഫ്രത്തും ഒരു അശ്രദ്ധയും ഈ വിഷയത്തിൽ സംഭവിക്കുകയില്ല എന്നൊരു താക്കീത് കൂടി അല്ലാഹു തആല അവർക്ക് നൽകുന്നു എന്നാണ് ശൈഖ് റഹിമഹുല്ലാഹ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും ഒരുപാട് പാഠങ്ങൾ നമുക്കിതിലുണ്ട്. അടുത്ത വചനങ്ങളും ഖിബലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. വരും ക്ലാസ്സിൽ നമുക്കിത് പൂർത്തീകരിക്കാം. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറകല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.